40 ഏക്കറാണ്. നീളം എന്ന് പറയുമ്പം ഒരു ആദ്യത്തെ ഫസ്റ്റ് കണ്ടം, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തെ കണ്ടത്തിന്റെ പകുതി വരെ കാണും. കഴിഞ്ഞ വർഷത്തെ പടം വരച്ചപ്പോ ഇവിടെ എല്ലാം തീ എത്തിപ്പോയായിരുന്നു. അതിന്റെ അളവിന് ചെയ്യുന്നത് ബുക്കിനകത്ത് ഇതെല്ലാം എഴുതും. കണ്ണ് ദേ ഈ ഭാഗത്താണ് വരുന്നത്. താടിയുടെ ഭാഗം അവിടുന്ന് കുറച്ച് നീങ്ങി ആ വള്ളം കിടക്കുന്ന ആ ഭാഗത്തായിട്ട് വരും. ആ ഭാഗത്തായിട്ട് വരും. അതെ. ഇതിപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അറിയില്ല. ഈ ഒരു ഹെലിക്യാമിന്റെ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും ഈ കലാകാരന്റെ ആ ഒരു കഴിവ് എന്തോ ആണെന്ന്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയിലാണ്. ഒരു പാടത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പം ഈ പാടത്തിൽ ഒരു രാജാവ്, ദുബായ് ഭരണാധികാരി ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഈ ചേട്ടൻ വരച്ച് പൂർത്തീകരിക്കാൻ ഒരുങ്ങുന്ന ദുബായ് ഭരണാധികാരിയുടെ മനോഹരമായിട്ടുള്ള ചിത്രം നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു പാടശേഖരമായിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇത് ഹെലി പറത്തി മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ ചേട്ടൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. പലരുടെയും ചിത്രങ്ങൾ ഇതുപോലെ ഈ ഒരു കൊയ്തു വരുന്ന പാടത്തിൽ അത് കരിക്കുമല്ലേ ചേട്ടാ? അതെ, കരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അതിന് കൂട്ടെന്ന് പറയുന്നത് ജെഫിനാണ്. ജെഫിന്റെ മാമനാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദുബൈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. ഇത് ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് മഴ ഇപ്പൊ തുടങ്ങിയത് അല്ലേ? ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല, എന്നാലും ഒരു